അമ്മ എന്തിനാ അമ്മ കോവൽ വെട്ടിക്കളയതേ? കായ അങ്ങോട്ടുണ്ടാകുന്നില്ല ശരിക്കും. ഒന്നോ രണ്ടോ കായ ഉണ്ടായി, പിന്നെ കായ ഉണ്ടായിട്ടില്ല. ആഹാ, അതിനാണോ കോവൽ വെട്ടിക്കളയുന്നേ? അതിനാ കോവല് വെട്ടിക്കളയുന്നത്. വെട്ടിക്കളഞ്ഞാൽ കായ ഉണ്ടാകുമോ? ഇത്രയും നാളായിട്ടുണ്ടായില്ല. മറ്റേ ഉണ്ടാകുമ്പോ തൊട്ട് കായ ഉണ്ടാവേണ്ടിയതാ. പിന്നെ ഇത് നിർത്തിയാലും വലിയ വ്യത്യാസമില്ലല്ലോ. അമ്മ അങ്ങനെ നേരത്തെ നട്ട കോവല ഇത്. നമ്മൾ നേരത്തെ അതിൻ്റെ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് കായൊന്നും ഉണ്ടാകുന്നില്ല. അത് കാരണം അമ്മ കോവലെല്ലാം വെട്ടിപ്പറിച്ച് കളയാണ്. ഇത്രയും നാൾ കൊണ്ടുണ്ടായതാ ഒരു കോവയ്ക്ക. ഇത്രയും പടന്ന് കയറിയ കോവല കണ്ട. അതും അതിൻ്റെ പരുവം കണ്ടോ? നല്ല മുഴുത്ത കോവയ്ക്ക ഉണ്ടാകുന്നതിൻ്റെ തണ്ടായിരുന്നു. അമ്മ ഇതിൻ്റെ ഇല കൊണ്ട് നമുക്ക് തോരൻ വെക്കത്തില്ലയോ? പിന്നെ ഇതുകൊണ്ട് തോരൻ വെക്കാം. എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഇന്ന് കോവലില കൊണ്ട് നമുക്ക് തോരൻ വെക്കാം. കോവയ്ക്ക കിട്ടിയില്ലെങ്കിലുമേ തോരൻ വെക്കാം നമുക്ക് ഇലയും കൊണ്ട്. അധികം മൂക്കാത്ത ഇല നോക്കി വേണം നമുക്ക് എടുക്കാനേ. തോരൻ വെക്കാൻ കിളുന്തല എടുക്കണോ? കിളുന്തല എടുക്കണം. ഈ കോവലിൻ്റെ ഇല തോരൻ വെച്ചാൽ നല്ല രുചിയാണോ? നല്ല രുചിയാ. പക്ഷെ ഇത് തന്നെയല്ല ഇന്ന് നമ്മൾ എടുക്കുന്നത്. ഇതിന്റെ കൂടെ വേറെ ഒന്ന് രണ്ടും കൂടെ ചേർക്കുന്നുണ്ട്. എന്തോ ചേർക്കുന്നുണ്ട്? പയറില ചേർക്കും, ചീരയില ചേർക്കും. എല്ലാം കൂടെ ആകുമ്പോ ഒരു പ്രത്യേക രുചിയാ. മൂന്ന് സൈസ് ഇല ഇട്ടൊരു തോരൻ വെക്കാം അല്ലേ? അതെ അതെ. ഇനി നമുക്ക് ഇതിന്റെ കൂടെ രണ്ട് ഒടിച്ചു കുത്തി ചീര കൂടെ ഒടിച്ചിടാം. ഒടിച്ചു കുത്തി അത് ഇഷ്ടം പോലെ നിൽപ്പുണ്ട്. അതെ. ഇനി അഞ്ചാറ് പയറില കൂടെ പറിച്ച് ഇതിന്റെ കൂടെ ചേർക്കാം നമുക്ക്. ഇതെല്ലാം കൂടെ ആകുമ്പോൾ നല്ല രുചിയായിരിക്കും അല്ലേ? പിന്നെ ഈ തോരനെല്ലാം കൂടെ വെച്ചിട്ട് കഞ്ഞി കുടിക്കാന്നല്ലേ അല്ലയോ? അച്ചാറും ചീരത്തോരനും കഞ്ഞിയും അതാ ഇതിന് ചേരുന്നത്. നല്ല രുചിയാ ഈ തോരനും കഞ്ഞിയും അച്ചാറും കൂടെ. പിന്നല്ലേ. നമുക്കിനി ഇലയെല്ലാം കൂടെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഈ ഇലയ്ക്കകത്തൊക്കെ വല്ല പുഴുവോ വല്ല ചലന്തിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കിയെടുക്കാം. ഇനി ഇതൊന്ന് അരിഞ്ഞെടുക്കാം. ഇത് ഒന്നുകൂടെ ഒന്ന് അരിഞ്ഞെടുക്കാം. ഇലത്തോരന് ചേർക്കാനായിട്ട് ഒരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്, 6 കാന്താരി, 3 വെളുത്തുള്ളി, ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, പാകത്തിന് ഉപ്പ്, 2 തണ്ട് കറിവേപ്പില. ഇനി നമുക്ക് ഈ തേങ്ങയും കാന്താരിയും വെളുത്തുള്ളി മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ചതച്ചെടുക്കാം. ഇനി നമ്മൾ സ്റ്റൗ കത്തിച്ച് ചട്ടി അടുപ്പേ വെച്ചിട്ടുണ്ട്. ആദ്യം നമുക്കൊന്ന് കടുക് പൊട്ടിക്കാം. തോരൻ വെക്കുമ്പോൾ നമ്മൾ ആദ്യം കടുക് പൊട്ടിക്കും. കടുക് പൊട്ടിക്കാനായിട്ട് 1 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഇനി അരിഞ്ഞു വെച്ച കൊച്ചുള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് മൂത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് ചതച്ച് വെച്ച തേങ്ങ ഇട്ട് കൊടുക്കണം. അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ. അരപ്പിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ച ഇല അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം.
ഇലകൾക്കൊന്നും അധികം വേവില്ല, ഒരാവി വന്നാൽ മതി. ഇനി നമുക്കിതൊന്ന് അടച്ചു വെക്കാം ഒരു 2-3 മിനിറ്റ്. 2 മിനിറ്റ് സമയം കഴിഞ്ഞു. ഇനി നമുക്കതൊന്ന് തുറന്ന് നോക്കാം. നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഇളക്കി വാങ്ങാം. എല്ലാവരും ഇതുപോലുള്ള ഇലകളൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം. വല്ല കോവലോ പയറോ വല്ല ചീരയോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല രുചിയായി ഇങ്ങനെ വെച്ചാൽ കേട്ടോ. ഇതുപോലെ ഒന്ന് വെച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് ആരും.